പി പത്മരാജൻ എന്ന മലയാള സിനിമയിലെ അധികായന്റെ തൂലികത്തുമ്പിൽ വിരിഞ്ഞ മനോഹരമായ ഒരു പ്രണയകഥയാകുന്നു ഞാൻ ഗന്ധർവൻ. ഞാൻ ഗന്ധർവൻ എന്ന മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക്കൽ ഫിലിം. ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ കഥ ഒരു മലയാളിയോട് പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു പെൺകുട്ടി, അവൾ അന്നുവരെ മുത്തശ്ശിയുടെ കഥകളിൽ മാത്രം കേട്ട് പരിചിതമായ ഒരു ദേവലോക യുവാവ് കടന്നു വരുന്നു. ആരാലും മോഹിക്കുന്ന രൂപസൗന്ദര്യമുള്ള അവനിൽ അവൾ ആകൃഷ്ടയാകുകയും ഇരുവരും ഇഴപിരിയാനാവാതെ പ്രണയത്തിലാവുകയും ചെയ്തു. അങ്ങനെ സന്തോഷത്തിൽ കഴിയുന്ന ഇരുവർക്കുമിടയിലേക്ക് മനുഷ്യലോകത്തിൽ ഏറെ നാൾ തുടരാൻ പാടില്ല എന്നുള്ള ദേവലോകത്തെ നിയമങ്ങൾ അനുസരിച്ച് അവൻ തിരികെ പോകണമെന്ന അമ്മാനുഷിക സന്ദേശം എത്തുകയും അതുമൂലം മനുഷ്യജീവിതത്തിലെ ബന്ധങ്ങൾ, സ്നേഹം, ആകാംക്ഷ ഇവയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവസാനം അവൻ ആ പെൺകുട്ടിയെ വിട്ട് തിരികെ ദേവലോകത്തേക്ക് പോകേണ്ടി വരുന്നു. ഭാമ, അതായത് കഥയിലെ നായിക, അവളിൽ അവനൊരു ഓർമ്മയായി പോലും നിലനിൽക്കാതെ ദേവലോകത്തേക്ക് മടങ്ങിപ്പോകുന്നു അവൻ. ആ പെൺകുട്ടിയുടെ മനസ്സിൽ എല്ലാമെല്ലാമായി വന്നണഞ്ഞു ഏതോ ലോകത്തെ ആ യുവാവിനെ പത്മരാജൻ ഗന്ധർവൻ എന്ന് വിളിച്ചു. ആരാണ് ഗന്ധർവൻ? ഹിന്ദു പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ദേവലോക പുരുഷന്മാരാകുന്നു ഗന്ധർവന്മാർ. സ്വർഗത്തിലെ നൃത്ത സംഗീത കലകളുമായി ബന്ധപ്പെട്ടവരും വളരെ സുന്ദരന്മാരുമായ യുവാക്കളാകുന്നു ഇവർ എന്ന് ചിത്രീകരിക്കപ്പെടുന്നു. വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയിലെല്ലാം ഇവരെക്കുറിച്ച് പരാമർശിക്കുന്നതായി കാണാം. ഗന്ധ എന്നാൽ സുഗന്ധം എന്നാകുന്നു. ഇർബ എന്നാൽ അറിയുന്നവൻ എന്ന് ആയതിനാൽ തന്നെ സുഗന്ധം അറിയുന്നവൻ എന്നാകുന്നു ഗന്ധർവൻ എന്ന വാക്കിന്റെ അർത്ഥമായി ഋഗ്വേദം പറയുന്നത്. ഈ ഗന്ധർവന്മാർ ദേവലോകത്ത്, അതായത് ഹിന്ദു പുരാണങ്ങളിൽ ദൈവങ്ങളുടെ രാജാവായി പറയുന്ന ദേവേന്ദ്രന്റെ ലോകത്തെ സംഗീതജ്ഞന്മാരായി ജീവിക്കുന്നവർ ആകുന്നു. ഇവരുടെ ഭാര്യമാരാണ് അവിടുത്തെ നർത്തകിമാരാകുന്ന അപ്സരസുകൾ. ഈ അപ്സരസുകൾ ഗന്ധർവന്മാരെ പോലെ തന്നെ സുന്ദരികളാണെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ദേവലോകത്ത് ഉപയോഗിക്കുന്ന ഒരു തരം ലഹരിയുള്ള പാനീയമാകുന്നു സോമരസം. അതുണ്ടാക്കുന്നതും വിളമ്പുന്നതും ഗന്ധർവന്മാരാകുന്നുവെന്ന് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നു. ഇത്തരത്തിലുള്ള ഗന്ധർവന്മാരെ ഒരു കൂട്ടം ആളുകൾ പേടിയോടെ കാണുന്നു അഥവാ വിശ്വസിക്കുന്നു. അതിനെ ഗന്ധർവബാധ എന്ന് വിളിക്കുന്നു. സ്ത്രീകളിൽ മാത്രം ബാധിക്കുന്ന ഒരു തരം ദോഷമെന്ന രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഗന്ധർവബാധയുള്ള സ്ത്രീകൾക്ക് എന്തോ പ്രത്യേക ആകർഷണം പോലെ തോന്നുകയും ശരീരം ക്ഷീണിക്കുകയും ഗർഭം അലസുകയും ചെയ്യുന്നു. കൂടാതെ വിവാഹം നടക്കാതെ ഇരിക്കുന്നു എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്രേ. പുരാണങ്ങളിൽ ഏതാണ്ട് 4434 ഗന്ധർവന്മാർ ഉള്ളതായാണ് പറയപ്പെടുന്നത്. ദൈവ ഗന്ധർവന്മാർ, മനുഷ്യ ഗന്ധർവന്മാർ, സ്വർഗ ഗന്ധർവന്മാർ, ഭൂഗന്ധർവന്മാർ എന്നിങ്ങനെ തുടങ്ങുന്ന പലതരത്തിലുള്ള ഗന്ധർവന്മാർ ഉള്ളതായി പറയപ്പെടുന്നു. ഒരു ഗ്രാമത്തിൽ മാലവിക എന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് സംഗീതം അതിയായ ഇഷ്ടമായിരുന്നു. എല്ലാ സന്ധ്യയിലും അവൾ കായൽക്കരയിലിരുന്നു കൊണ്ട് സംഗീതം ആലപിക്കുമായിരുന്നു. ഒരു ദിവസം അവളുടെ ശുദ്ധമായ സ്വരം സ്വർഗത്തിലേക്ക് വരെ എത്തി. അത് കേട്ടൊരു യുവഗന്ധർവൻ ഭൂമിയിലേക്ക് വന്നു. അവൻ ആദ്യം അവൾ കാണാതെ നിന്നു. അവളുടെ പാട്ട് കേട്ടു. പിന്നീട് ഒരു രാത്രി ചന്ദ്രപ്രകാശത്തിൽ അവൻ അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. മാലവിക ഭയപ്പെട്ടു പോയി. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ ദോഷമൊന്നുമില്ലെന്ന് അവൾ മനസ്സിലാക്കി. അവൻ പറഞ്ഞു, ഞാൻ ഗന്ധർവൻ, നിന്റെ സംഗീതം എന്നെ ഇവിടെ എത്തിച്ചു. അവർ ദിവസേന കണ്ടുമുട്ടുവാൻ തുടങ്ങി. സംഗീതം അവരുടെ ബന്ധമായി മാറി. പ്രണയം നിശബ്ദമായി വളർന്നു. ഒടുക്കം ആ നിമിഷം വന്നു ചേർന്നു. ഗന്ധർവന്മാർക്ക് മനുഷ്യലോകത്തിൽ അധികകാലം താമസിക്കാൻ പാടില്ല എന്ന സന്ദേശം അഥവാ അശരീരി കേട്ടു. അത് കേട്ട ഉടനെ മാലവിക ദുഃഖപ്പെട്ടു. അവൾ ചോദിച്ചു, നീ പോകേണ്ടി വന്നാൽ ഞാൻ എന്തു ചെയ്യും? അവളുടെ ചോദ്യം കേട്ട് ദുഃഖിതനായ ഗന്ധർവൻ ദേവലോകത്തിലേക്ക് പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥന കേട്ട് സത്യമായ പ്രണയം മനുഷ്യനും ദിവ്യനും തമ്മിൽ
ഭേദമില്ല എന്ന് ദേവന്മാർ ചിന്തിച്ചു. അവനൊരവസരം നൽകി, മനുഷ്യനായി ജനിച്ച് ഭൂമിയിൽ തുടരാൻ. അവസാനം ഗന്ധർവൻ തൻ്റെ ദിവ്യശക്തി വിട്ട് മനുഷ്യനായി മാറി. അവൻ അവളുമായി വിവാഹിതനായി. അവരുടെ ജീവിതം സംഗീതത്തിലും സ്നേഹത്തിലും നിറഞ്ഞു. ഇങ്ങനെയൊരു സ്വപ്നം മാളവിക കണ്ടു. അങ്ങനെ കണ്ടു കഴിയവേ അവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. ഗന്ധർവബാധ ഒഴിപ്പിക്കുക എന്നതിനായി ഒട്ടനവധി ആചാരങ്ങൾ ഹിന്ദുമതത്തിലുണ്ട്. അവ കടും നിറത്തിലുള്ള ഗന്ധർവകളം വരച്ച് ഗന്ധർവൻ പാട്ടുപാടി ഗന്ധർവൻ ബാധിച്ചതായി വിശ്വസിക്കുന്ന ആളുടെ രൂപത്തിലുള്ള പ്രതിമയുണ്ടാക്കി അതിലേക്ക് ദോഷത്തെ ആവാഹിക്കുന്ന തരത്തിലുള്ള അനുഷ്ഠാനങ്ങളും അവയ്ക്ക് പുറമെ മലയൻകെട്ട്, തെയ്യാട്ട്, കോലം തുള്ളൽ തുടങ്ങിയ ഒരുപാട് രീതികൾ ഇന്നും തുടരുന്നു പലയിടങ്ങളിലും. ഇങ്ങനെയൊക്കെയായാലും യഥാർത്ഥത്തിൽ നമ്മുടെ ഭൂമിക്ക് പുറത്തുള്ള ഒരു ശക്തിക്ക് ഭൂമിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ചില വ്യക്തികളെ എങ്ങനെ ബാധിക്കുവാൻ സാധിക്കും? ഈ പറയുന്നതിന് പിന്നിലെ ലോജിക്ക് എന്താണ്? ഈ പറയുന്ന ഗന്ധർവബാധ എന്നത് എന്താകുന്നു? അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: മനസ്സിൻ്റെ അവസ്ഥ. അതിന് കാരണമായി വളർന്നു വന്ന സാഹചര്യം, ഒരു വ്യക്തി കുഞ്ഞിലെ മുതൽ കേട്ടറിഞ്ഞ കഥകളും കണ്ടു വളർന്ന ചുറ്റുപാടുകളും ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഒരു രൂപവും കഥയും മെടഞ്ഞെടുക്കുവാൻ തുടങ്ങുകയും പോകയത് സത്യമാണെന്നും അങ്ങനെ സംഭവിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നു, കാണുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ ചുറ്റുപാടും മന്ത്രവാദം അതിനൊരു പരിഹാരമായി കണക്കാക്കുന്നു. അത് നടത്തി അതിലൂടെ ദോഷം മാറ്റാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നു. മന്ത്രവാദത്തിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആചാരങ്ങളിലൂടെ അത് നടത്തപ്പെടുമ്പോൾ തൻ്റെ അവസ്ഥ മാറുമെന്ന് വിശ്വസിക്കുന്നു. ആ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ തൻ്റെ ദോഷം മാറിയെന്ന് ആ വ്യക്തിയുടെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പറയാം, ഇവയെല്ലാം മനസ്സിൻ്റെ ഒരു അവസ്ഥ തന്നെയാകുന്നുവെന്ന്.